ഇപ്പോൾ വളാഞ്ചേരിയിൽ MX വെഡിംഗ് സെന്റർ 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂട്ടനാട്, കൊപ്പം ആൻഡ് കേച്ചേരി. കഴിഞ്ഞ ഡിസംബർ 11 നടന്ന വളാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 22ാം ഡിവിഷനായ നിരപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയം കള്ളവോട്ടിലൂടെയാണെന്നാരോപിച്ച് UDF നിയമ നടപടിയിലേക്ക്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ച ഈ ഡിവിഷനിൽ 2 കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് UDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ മാസം ഡിസംബർ 11 നടന്ന വളാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 22ാം ഡിവിഷനായ നിരപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയം കള്ളവോട്ടിലൂടെയാണെന്നാരോപിച്ച് UDF നിയമ നടപടിയിലേക്ക്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ച ഈ ഡിവിഷനിൽ 2 കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് UDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ആകെ 1115 വോട്ടുകളുള്ള ഡിവിഷനിൽ 6 പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ 907 വോട്ടുകളാണ് പോൾ ചെയ്തത്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ലഭിച്ച കണക്കുകൾ LDFിലെ TP അബ്ദുൽ ഗഫൂറിന് 402 വോട്ടുകൾ, UDF സ്ഥാനാർത്ഥിക്ക് 401 വോട്ടുകൾ, SDP സ്ഥാനാർത്ഥിക്ക് 47 വോട്ടുകൾ, BJP സ്ഥാനാർത്ഥിക്ക് 36 വോട്ടുകൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അബ്ദുറഹ്മാന് 17 വോട്ടുകൾ, അബ്ദുൽ ഗഫൂറിന് 4 വോട്ടുകൾ എന്നിങ്ങനെയാണ്. പ്രധാനമായും 2 കള്ളവോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയെന്നാണ് UDFന്റെ ആരോപണം. 22ാം ഡിവിഷൻ നിരപ്പിൽ നമുക്കൊക്കെ അറിയാം, ഒരു വോട്ടിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി KK ബക്കർ ആ സീറ്റ് നഷ്ടപ്പെടുന്നത്. ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. അതൊരു പരാജയം എന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം അട്ടിമറിയിലൂടെയാണ്, അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് 22ാം ഡിവിഷൻ LDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ സാങ്കേതികമായി വിജയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അട്ടിമറി എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും അത്ര പരിചിതമല്ലാത്ത വിധത്തിൽ കള്ളവോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു വോട്ടിന് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുള്ളത്. നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി വോട്ട് ചോരിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് വലിയൊരു വോട്ട് ചോരിയിലൂടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു വോട്ടിന് തെരഞ്ഞെടുപ്പാകെ അട്ടിമറിച്ചിരിക്കുന്നത്. പന്നിക്കോട്ടിൽ കൃഷ്ണന്റെ മകൻ അനീഷിന്റെ വോട്ട് LDF പ്രവർത്തകനായ പന്നിക്കോട്ടിൽ അയ്യപ്പന്റെ മകൻ അനീഷ് കള്ളവോട്ടായി രേഖപ്പെടുത്തിയെന്ന് UDF ആരോപിച്ചു. പിന്നീട് യഥാർത്ഥ വോട്ടറായ കൃഷ്ണന്റെ മകൻ അനീഷിന് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നുവെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി കുറ്റിപ്പുറം പഞ്ചായത്തിലെ 9ാം വാർഡിൽ താമസിക്കുന്ന LDF സ്ഥാനാർത്ഥിയുടെ അടുത്ത ബന്ധു കൂടിയായ തെക്കേ പൈങ്കൽ ആമിന എന്ന വോട്ടർ കുറ്റിപ്പുറം 9ാം വാർഡിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ബൂത്തിലും വളാഞ്ചേരി 22ാം ഡിവിഷനിലെ നിരപ്പും മുഖമുസ്റ്റുന്ന മദ്രസ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തിയതായി UDF ചൂണ്ടിക്കാട്ടുന്നു. പന്നിക്കോട്ടിൽ അയ്യപ്പൻ മകൻ അനീഷ് എന്ന ഒരാള്, അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരില്ല, യഥാർത്ഥത്തിൽ വോട്ടർ അല്ലാത്ത ഒരാളാണ് വോട്ട് ചെയ്തു പോയത്. അദ്ദേഹം ചെയ്ത വോട്ട് പന്നിക്കോട്ടിൽ കൃഷ്ണൻ മകൻ അനീഷ് എന്നൊരാളുടെ വോട്ടാണ് ചെയ്തത്. അത് ബോധ്യപ്പെടുകയും പ്രിസൈഡിംഗ് ഓഫീസർ പിന്നീട് ഈ കൃഷ്ണൻ മകൻ അനീഷിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് ഞങ്ങൾ ഒരു വോട്ടിന് പിന്നിലായ സമയത്ത് റിട്ടേണിംഗ് ഓഫീസറോട് വോട്ട് എണ്ണണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് കോടതിയുടെ അനുമതി ഇല്ലാതെ എണ്ണാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വോട്ട് മാറ്റിവെക്കുകയും, എന്നാൽ യഥാർത്ഥ കള്ളവോട്ട് ചെയ്ത വോട്ട് എണ്ണുകയും ചെയ്തിട്ടാണ് ഒരു വോട്ടിന് ഇദ്ദേഹം മുന്നിലെത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ വോട്ട് ഇവിടെ സലാം സാഹിബ് സൂചിപ്പിച്ച പോലെ തെക്കേ പൈങ്കൽ ആമിന എന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ അടുത്ത ബന്ധുവാണ്. കുറ്റിപ്പുറം പഞ്ചായത്തിലെ 9ാം വാർഡിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് സ്ഥിര താമസമുള്ള ഒരു വ്യക്തിയാണ്. അവർ കുറ്റിപ്പുറം പഞ്ചായത്തിലെ 9ാം വാർഡിൽ 2ാം നമ്പർ ബൂത്തിൽ 701 നമ്പർ ക്രമനമ്പർ പ്രകാരം വോട്ട് ചെയ്യുകയും പിന്നീട് വളാഞ്ചേരി മുനിസിപ്പൽ 22ാം ഡിവിഷനിൽ വീണ്ടും വന്ന് വോട്ട് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്.
രണ്ടിനും തെളിവുകളുണ്ട്. തെളിവുകളൊക്കെ വളരെ വ്യക്തമായ തെളിവുകളാണ്. അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ച ഈ ഡിവിഷനിൽ 2 കള്ളവോട്ടുകൾ നടന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UDF കോടതിയെ സമീപിച്ചു. തിരൂർ മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ ഹിയറിംഗ് മാർച്ച് 12 നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കള്ളവോട്ടിലൂടെ നേടിയ വിജയം ജനാധിപത്യ വിരുദ്ധമാണെന്നും നിയമപരമായ പോരാട്ടത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരുമെന്നും UDF മുനിസിപ്പൽ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.